നമുക്ക് ഗീ റൈസ് കുക്കറിൽ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കാഷ്യൂം റൈസിൻസും സവോളയും ഒക്കെ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ആ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന ആ പാത്രം നമ്മൾ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ച്ചോറായതുകൊണ്ട് തന്നെ നന്നായിട്ട് നെയ്യ് ഒഴിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കുക. അതിനുശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ജീരകശാല അരിയാണല്ലോ, ഈ ചെറിയ അരിയാണ് നെയ്ച്ചോറിന് എടുക്കുക. അത് ഞാനിവിടെ കഴുകി നല്ല വെള്ളമൊക്കെ വാർത്തിട്ടുണ്ട്. വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട. വെള്ളമൊക്കെ വാർന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ നാരങ്ങനീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ആ പാത്രം എടുത്ത് നമ്മുടെ ഈ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ വേവൊന്നും ആവില്ല കേട്ടോ. കാരണം നമ്മൾ വെള്ളമൊക്കെ കറക്റ്റ് അളവിലാണല്ലോ വെച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ 4 മണിക്കൂറിന് ശേഷം ഓപ്പൺ ആക്കിയത്. അപ്പോൾ അടിപൊളി ഗീ റൈസ് ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്